രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഒരു സംഘർഷാവസ്ഥ ഉണ്ടാവുമ്പോൾ ആ രണ്ട് രാജ്യത്തുള്ള ജനങ്ങൾ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്, എന്താണ് പറയേണ്ടത്? അവർ യുദ്ധത്തിനെതിരെ സംസാരിക്കണം. ആ രണ്ട് രാജ്യത്തിലും ഉള്ള സാധാരണ ജനങ്ങൾ യുദ്ധത്തിനെതിരെ സംസാരിക്കണം. ആ രണ്ട് രാജ്യത്തെയും വാർത്താ മാധ്യമങ്ങൾ യുദ്ധത്തിനെതിരെ സംസാരിക്കണം. കാരണം പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മളെ കേസിൽ ഇന്ത്യയും പാകിസ്ഥാനാവുന്ന സമയത്ത് രണ്ട് ന്യൂക്ലിയർ പവേഴ്സാണ്. നടന്ന സംഭവങ്ങൾ എസ്കലേറ്റ് ചെയ്തിട്ടൊരു യുദ്ധത്തിലേക്ക് ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഭവിഷ്യത്ത് അത് ലോകം മുഴുവൻ അനുഭവിക്കാൻ സാധ്യതയുള്ളതാണ്. ഇത്രയും പറയാൻ കാരണം, ഞാൻ ചില ഈ 24/7 ചാനലുകൾ അവർ വാർത്ത അവതരിപ്പിക്കുന്ന രീതി, മലയാളം മാത്രമല്ല കേട്ടോ, മലയാളവും ഹിന്ദിയും ഇംഗ്ലീഷും ഒക്കെ തന്നെ, ഇന്ത്യയിലുള്ള മാധ്യമങ്ങൾ ഭയങ്കര കഷ്ടമാണ് അവരുടെ അവതരണ രീതി. ഈ 24/7 ന്യൂസ് എന്ന് പറയുന്നത് തന്നെ വൃത്തികെട്ടൊരു പരിപാടിയാണ്. എന്താണ് ഈ 24 മണിക്കൂറും വാർത്ത കാണിക്കാൻ മാത്രം? എന്ത് വാർത്തയാണ്? നമ്മളെ ഓരോ സാധാരണ മനുഷ്യനെയും ബാധിക്കുന്നുണ്ടോ 24 മണിക്കൂർ നടക്കുന്ന വാർത്തകൾ? ഒരേ വാർത്ത തലങ്ങും വിലങ്ങും വെള്ളം ചേർത്തും പൊടിപ്പും തൊങ്ങലും വെച്ചിട്ട് പല പല രീതിയിൽ വലിച്ചു നീട്ടി കാണിച്ചുകൊണ്ടിരിക്കുക. ഇതിൽ മാധ്യമപ്രവർത്തകരുടെ കുറ്റമല്ല. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അകപ്പെട്ട് കിടക്കുന്നൊരു സിസ്റ്റം അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ഒരു യുദ്ധമുഖത്ത് ജീവിക്കേണ്ടി വന്ന ആൾക്കാർ യുദ്ധത്തിനെ കാണുന്നത് വ്യത്യസ്തമായിട്ടായിരിക്കും. പലപ്പോഴും നമ്മൾ പറയും കേരളത്തിലുള്ള ആൾക്കാർക്ക് അതിർത്തിയിൽ നിന്ന് കുറേ ദൂരെയായതുകൊണ്ട് ഈ സംഘർഷാവസ്ഥ പലപ്പോഴും അറിയില്ല എന്നുള്ളത്. പക്ഷെ കേരളത്തിലും ഒരു യുദ്ധം നടക്കുന്ന സ്ഥലത്ത് ജീവിക്കേണ്ടി വന്ന ധാരാളം ആൾക്കാർ കേരളത്തിൽ ഉണ്ട്. ഇപ്പം റഷ്യ യുക്രൈൻ വാറിൻ്റെ സമയത്ത്, ഇറാൻ ഇറാഖ് വാറിൻ്റെ സമയത്ത്, ഇറാഖ് കുവൈറ്റിനെ ആക്രമിച്ച സമയത്ത്, ഈ സമയത്തൊക്കെ അവിടെയൊക്കെ മലയാളികളുണ്ടായിരുന്നു, ജോലിയെടുക്കാനും പഠിക്കാനും ഒക്കെ പോയിട്ടുള്ളത്. അവരോട് ചോദിച്ചാൽ അറിയാം. പലപ്പോഴും ഈ സാമൂഹ്യ മാധ്യമത്തിലും ഈ വാർത്താ മാധ്യമങ്ങൾ ഇത് അവതരിപ്പിക്കുമ്പം അവിടെ വന്നിട്ടുള്ള ബഹളമൊക്കെ ചെയ്യുന്നത് യുദ്ധത്തെപ്പറ്റി വലിയ ധാരണ ഇല്ലാത്ത ആൾക്കാരാണ്. അവർക്കൊരു ആക്ഷൻ സിനിമയെ തിയേറ്ററിലിരുന്ന് കണ്ടിട്ട് വിസിലടിക്കുന്ന മാതിരിയുള്ളൊരു അങ്ങനെയാണെന്ന് തോന്നുന്നു. കാരണം ഇതൊരു സീരിയസ് സംഭവമായിട്ട് ഈ 24/7 ന്യൂസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്ന് അതിൽ ഈ പെർഫോമേഴ്സായിട്ടാണ് മാധ്യമപ്രവർത്തകരുടെ പെർഫോമേഴ്സാണ്. അവർ പെർഫോം ചെയ്യാണ്. അതായത് ഏറ്റവും ഒരു വാർത്ത പറയുന്നതിൽ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ആളുടെ ചാനലിന് കൂടുതൽ TRP കിട്ടും എന്നുള്ള മാതിരി. അപ്പോൾ അത് കാണുന്ന ആൾക്കാരും പലപ്പോഴും വാർത്ത എന്തു തന്നെയായാലും കാണുന്നതിന് ഒരു എൻ്റർടൈൻമെൻറ്റ് വാല്യൂ ആണ്. അപ്പോൾ എൻ്റർടൈൻമെൻറ്റ് വാല്യൂവിന് വേണ്ടി ഒരു വാർത്ത കണ്ടു കഴിഞ്ഞാൽ സൈക്കോളജിക്കലി ആൾക്കാർക്ക് ഭയങ്കര കറപ്റ്റാവും. ഇത് നമ്മൾ ആ TV ഓഫാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ചാനൽ നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വാർത്തയിൽ നിന്നു എന്നുള്ളതാണ് ധാരണ. അതായത് ഇപ്പോൾ യുദ്ധത്തിനെ കുറിച്ചിട്ടുള്ള ഒരു വിവരണമാണെങ്കിൽ TV ഓഫാക്കിയ യുദ്ധം അവിടെ തീർന്നു എന്നുള്ള മാതിരിയാണ് പല ആൾക്കാരുടെ മനസ്സിൽ വരിക. കാരണം അവർ നേരിട്ട് ബാധിക്കുന്നില്ല സംഭവങ്ങൾ. ഞാൻ ഇന്ന് ഒരു ഹിന്ദി ഇംഗ്ലീഷ് ചാനൽ സംതിങ് ഒരു ഇന്ത്യൻ ചാനൽ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൽ ഇവരിങ്ങനെ യുദ്ധത്തിനെക്കുറിച്ചും അത് ഇന്ന് വന്നു, അത് അവിടെ ചെയ്തു ഇവിടെ ചെയ്തു എന്തൊക്കെയോ പറയേണ്ടത്, ഇത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനിപ്പുറത്ത് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടിക്കൊണ്ടിരിക്കുകയാണ്. യുദ്ധം വേണം, യുദ്ധം വേണ്ട. പിന്നെ അതിൽ പല രീതിയിൽ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത വിളിച്ച് അതിൽ മതം കൊണ്ടുവരുന്നുണ്ട്, എല്ലാം കൊണ്ടുവന്നിട്ട്. അതായത് അതിർത്തിയിൽ സംഘർഷാവസ്ഥ ഉണ്ടാകുന്ന സമയത്ത് ഒരു വാർത്ത അവതരിപ്പിച്ചിട്ട് അതിൻ്റെ ഇപ്പുറത്തുള്ള കമൻ്ററി ബോക്സിൽ മറ്റൊരു സംഘർഷം, അത് കൂടുന്നതിനനുസരിച്ച് ഈ ചാനലിൻ്റെ TRP കൂടും, ഈ ചാനലിൻ്റെ വ്യൂസ് കൂടും. ഒരു ഭയങ്കര കഷ്ടമായിട്ടുള്ളൊരു സെറ്റ് ഓഫ് ആക്ടിവിറ്റീസാണ്. എന്താണ് ഉത്തരവാദിത്വം എന്നുള്ളതൊക്കെ മാധ്യമപ്രവർത്തകർ അന്വേഷിക്കേണ്ട ഒരു സമയമാണ്. സാമൂഹ്യ മാധ്യമം ഉപയോഗിക്കുന്ന നമ്മൾ അന്വേഷിക്കേണ്ട സമയമാണ്. രണ്ട് രാജ്യങ്ങൾ തമ്മിൽ സംഘർഷാവസ്ഥ ഉള്ളപ്പോൾ രണ്ട് രാജ്യത്തിലെയും
ജനങ്ങൾ യുദ്ധത്തിനെതിരെ സംസാരിക്കേണ്ടത് ആവശ്യമാണ്. യുദ്ധത്തിനെതിരെ സംസാരിക്കുന്ന ആൾക്കാരെ തെറി പറയാൻ ആൾക്കാരുണ്ട്. യുദ്ധം ഈസ് എ ബാഡ് തിങ്, ഇറ്റ് ഈസ് നെവർ എ ഗുഡ് തിങ്. ഓപ്പറേഷൻ സിന്ദൂർ നടന്ന സമയത്ത് അത് ഇന്ത്യയുടെ മണ്ണിൽ വന്ന് ഇന്ത്യൻ പൗരരെ വെടിവെച്ച് കൊന്നതിന് തീവ്രവാദികളുടെ കേന്ദ്രങ്ങളിൽ ഒരു പ്രിസൈസ് അറ്റാക്ക്, അതല്ല, അങ്ങനെ അറ്റാക്ക് ചെയ്തില്ലെങ്കിൽ എന്തും ആർക്കും ചെയ്യാം, നമ്മൾ സുരക്ഷിതരല്ല എന്നുള്ളൊരു ഫീലിംഗ് ആൾക്കാർക്കുണ്ടാവും. പക്ഷേ അത് എസ്കലേറ്റ് ചെയ്യാതെ യുദ്ധമാവാതെ നോക്കേണ്ട ഉത്തരവാദിത്വം പാകിസ്ഥാനുണ്ട്, ഇന്ത്യക്കുണ്ട്. പാകിസ്ഥാനിലും ഇന്ത്യയിലുമുള്ള സാധാരണ ജനങ്ങളാണ് യുദ്ധം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ അനുഭവിക്കാൻ പോകുന്നത്. ഒരു സാമൂഹ്യ മാധ്യമത്തിൽ ഇരുന്ന് കമൻറ്റ് ചെയ്യുന്ന ഒരാൾക്ക് ഇതിനെപ്പറ്റി അറിയില്ല, ആലോചിക്കില്ല. ഇന്ന് ഈ ടെക്നോളജി, വിവരസാങ്കേതിക വിദ്യ ഇത്രയും ഇതാവുന്ന സമയത്ത് ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു സംഘർഷം നടക്കുന്നുണ്ടെങ്കിൽ ഇൻ്റർനെറ്റ് വഴി, മാധ്യമങ്ങൾ വഴി, സാമൂഹ്യ മാധ്യമങ്ങൾ വഴി, ആൾക്കാർ സംസാരിക്കുന്നത് വഴി ഇങ്ങ് ദൂരമുള്ളൊരു സ്ഥലത്ത്, ഒരു ചെറിയ ഗ്രാമത്തിൽ, ഒരു ചെറിയ സംസ്ഥാനത്തിൽ, ഒരു ചെറിയ വീട്ടിൽ ആൾക്കാർ തമ്മിൽ ഈ സംഘർഷത്തിൻ്റെ പേരിൽ അടികൂട്ടാനും സംഘർഷം ഉണ്ടാക്കാനും സാധ്യതയുണ്ട്. വൈറാലിറ്റി എന്ന് പറയുന്ന വീഡിയോസിനും ന്യൂസിനും മാത്രമല്ല, സംഘർഷത്തിനും ആ കോൺഫ്ലിക്റ്റിനും ഇന്നത്തെ കാലത്തൊരു വൈറാലിറ്റി ഉണ്ട്. പലപ്പോഴും മാധ്യമപ്രവർത്തകർ ഒരു കോൺഫ്ലിക്റ്റ് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അവരുടെ അവരുടെ വോയിസ് മോഡുലേഷൻ, ദ വേ ദേ ഡു, ഒരു ക്രിക്കറ്റ് കമൻട്രിയോ അല്ലെങ്കിൽ ഒരു ഫുട്ബോൾ കമൻട്രി ഒക്കെ പറയുന്ന മാതിരിയാണ്. ഷെല്ലിങ്ങിനെ പറ്റി പറയുമ്പോഴും ബോംബിട്ടു എന്ന് പറയുന്ന സമയത്തൊക്കെ ഇതൊക്കെ അവർ പറയുന്ന രീതി നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. ഞാൻ പറയുന്നില്ല, നിങ്ങൾ മാധ്യമങ്ങളുടെ വാർത്താ അവതരണങ്ങൾ നോക്കൂ. നമുക്കൊരു ഉത്തരവാദിത്തമുണ്ട് ആസ് ഇൻഡിവിജ്വൽസ്. നമ്മൾ യുദ്ധത്തിനെതിരെ സംസാരിക്കണമെന്ന് പറയുമ്പോൾ തന്നെ ഈ 24/7 നടന്നുകൊണ്ടിരിക്കുന്ന ഈ അഭ്യാസ പ്രകടനങ്ങൾ മാധ്യമങ്ങളുടെ അത് കാണില്ല എന്ന് തീരുമാനിക്കണം. അത് കാണുന്നത് വഴി നമുക്ക് സൈക്കോളജിക്കൽ പ്രോബ്ലംസ് ഉണ്ടാവും. പ്രത്യേകിച്ച് സംഘർഷാവസ്ഥയുള്ള സമയത്ത് നമുക്ക് കൂടുതൽ സൈക്കോളജിക്കൽ പ്രോബ്ലംസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. വാർത്ത അറിയാൻ നോക്കണ്ട എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. ദിവസം 3 നേരം 15 മിനിറ്റ് വീതം മാത്രമേ വാർത്തകൾ മനസ്സിലാക്കേണ്ട ആവശ്യമുള്ളൂ. നമ്മൾ അതൊരു എൻ്റർടൈൻമെൻറ്റ് വാല്യൂ അല്ല. വാർത്ത ഇൻഫർമേഷനാണ്. വിവരം അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വാർത്ത കാണുന്നത്, എൻ്റർടൈൻഡ് ആവാൻ വേണ്ടിയിട്ടില്ല. അതിന് സിനിമകളുണ്ട്. ഒരു ആക്ഷൻ സിനിമ കാണാൻ വേണ്ടി പോയിട്ട് വിസിലടിക്കുന്ന മാതിരി നിൽക്കരുത്. ആൻഡ് ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ us ടു ഡു. ഈ ഒരു സമയത്ത് ഞാനൊരു റെക്കമെൻഡേഷൻ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. 3 ചാനൽ സെലക്ട് ചെയ്യുക. ഒരു ചാനൽ നിങ്ങളുടെ ആശയത്തിനോട് വളരെ യോജിപ്പുള്ള വാർത്തകൾ തരുന്നൊരു ചാനൽ, അതായത് നിങ്ങളുടെ ഇടതെങ്കിൽ ഇടത്, വലതെങ്കിൽ വലത്, ഏത് ഭാഗത്താണെങ്കിൽ നിങ്ങളുടെ ആശയങ്ങളുമായി പൂർണ്ണ യോജിപ്പുള്ള ഒരു ചാനൽ. പിന്നെ നിങ്ങളുടെ ആശയങ്ങളിൽ നിന്നും വ്യത്യസ്തമായ രീതിയിൽ കാര്യങ്ങളെ നോക്കിക്കാണുന്ന ഒരു ചാനൽ. പിന്നെ ഇത് രണ്ടും അല്ലാത്തൊരു ചാനൽ എന്ന് നിങ്ങൾക്ക് തോന്നുന്നൊരു ചാനൽ. ഇതൊക്കെ ഓരോരുത്തർക്കും ഈ 3 ചാനലുകൾ വ്യത്യസ്തമായിരിക്കും കേട്ടോ. രാവിലെ ഒരു ചാനലിൽ 15 മിനിറ്റ് വാർത്തകൾ കേൾക്കുക, ഉച്ചയ്ക്ക് അതേപോലെ മറ്റൊരു ചാനലിൻ്റെ, വൈകുന്നേരം വേറൊരു ചാനലിൻ്റെ 45 മിനിറ്റിൽ കൂടുതൽ വാർത്തകൾ കൺസ്യൂം ചെയ്യേണ്ട ആവശ്യം മനുഷ്യനില്ല. നമ്മൾ ജീവിതത്തിനെ യാതൊരു രീതിയിലും 45 മിനിറ്റ് കണ്ടാൽ മതി, അതിൽ കൂടുതൽ കാണാത്തതുകൊണ്ട് നമ്മളെ ജീവിതത്തിൽ ഒരു നഷ്ടവും വരില്ല. കൂടുതൽ ഇൻഫാക്ട് വിൽ ബി മോർ ബെനിഫിഷ്യൽ ഫോർ us. ഇനി വാർത്ത കാണണമെന്നില്ല, വാർത്ത കേൾക്കാം, വാർത്ത വായിക്കാം. പക്ഷേ 3, 1 is your thought,
against your ideas and something that you feel is neutral. ഇതൊരു ഐ തിങ്ക് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ us. അതേപോലെ തന്നെ സാമൂഹ്യ മാധ്യമത്തിൽ സംഘർഷവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകളിൽ പങ്കെടുക്കാതിരിക്കുക. And that's also important. And ഈ ഒരു സംഘർഷാവസ്ഥ ഒരു ഫുൾ ബ്ലോൺ വാർ ആവാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഭാഗത്തുനിന്ന് ഒരു ഇന്ത്യക്കാരെന്നുള്ള രീതിയിൽ നമ്മൾ യുദ്ധത്തിനെതിരെ സംസാരിക്കേണ്ട ആവശ്യമുണ്ട്. പാകിസ്ഥാനികളുണ്ടെങ്കിൽ അവർ പാകിസ്ഥാനിലിരുന്ന് യുദ്ധത്തിനെതിരെ സംസാരിക്കണം. സാധാരണക്കാർക്കാണ് അനുഭവിക്കുക ഇഫ് ഇറ്റ് ഗോസ് ഇൻ ടു എ ഫുൾ ബ്ലോൺ വാർ. ഈ വീട്ടിലിരുന്ന് ഒരു ആക്ഷൻ സിനിമ കാണുന്ന മാതിരി യുദ്ധത്തിൻ്റെ വാർത്താ വിവരണങ്ങൾ കാണുന്നത് ദാറ്റ്സ് നോട്ട് ദ റൈറ്റ് വേ ഓഫ് ഡൂയിങ് തിങ്സ്. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു എന്നേ ഉള്ളൂ. കാരണം ഞാൻ ഇന്ന് കുറച്ച് വാർത്താ ചാനലുകൾ വെറുതെ ഒന്ന് നോക്കി എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഹൗ ദ ന്യൂസ് ഇസ് ബീങ് ടെലികാസ്റ്റഡ്. ആ ഇൻറ്റൻഷൻ എന്താണെന്നുള്ളത്, എന്തിനാണ് ഈ വാർത്ത കൊടുക്കുന്നതെന്നുള്ളത്. അത് ആൾക്കാർ ദർ സോ ഹൈപ്ഡ് അപ്പ് ആൻഡ് ദർ നോട്ട് സമാധാനം കൊണ്ടുവരാൻ വേണ്ടിയിട്ടല്ല ഈ വാർത്തകൾ വായിക്കുന്നത്, വാർത്തകൾ കേൾപ്പിക്കുന്നത്. ഇതൊക്കെ എല്ലാം ഒരു തരം ആഘോഷം, ഒരു തരം എൻ്റർടൈൻമെൻ്റ് ആക്കി മാറ്റുകയാണ്. വിച്ച് ഇസ് സോ സ്കേറി. മാധ്യമപ്രവർത്തകർ കുടുങ്ങിക്കിടക്കാമായിരിക്കാം അവരുടെ ഒരു സിസ്റ്റത്തിൽ. പക്ഷേ വാർത്ത കൺസ്യൂം ചെയ്യുന്ന ആൾക്കാരെന്നുള്ള രീതിയിൽ നമ്മൾ സംയമനം പാലിച്ചിട്ട് ഈ 24/7 ന്യൂസ് ഒരു ചാനലിൻ്റെയും നിരന്തരമായി കാണാതിരിക്കുക. സെലക്ട് ചെയ്ത 3 ചാനലുകളുടെ 15 മിനിറ്റ് വീതം രാവിലെയും മരുന്ന് കഴിക്കുന്ന പോലെ മാത്രം വാർത്തകൾ നമ്മൾ കൺസ്യൂം ചെയ്യണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ആൻഡ് ദാറ്റ് ഐ തിങ്ക് വിൽ help us all a great deal.